Yes, welcome to English classes at RADHIKA. C.V. Raman as a science communicator, a historical perspective. This is a lesson from AEC 1 for sciences. അതിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഉണ്ട് നെക്സ്റ്റ് സ്ലൈഡുകളിലായിട്ട്. അത് നമുക്ക് മലയാളത്തിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. അതിന് ഒന്നുകിൽ 2 അല്ലെങ്കിൽ 3 മാർക്കാണ് ഉണ്ടാവുന്നത്. 3 മാർക്കിൻ്റെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര എഴുതിയാൽ ഒരു 3 മാർക്കിനാണെങ്കിൽ ഒരു 3-4 സെൻറ്റൻസ് എഴുതിയാൽ മതിയാവും. 2 മാർക്കാണെങ്കിൽ 2 or 3 മാക്സിമം 3 സെൻറ്റൻസ് മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലതിലൊക്കെ കുറച്ചും കൂടെ 3 സെൻറ്റൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3 മാർക്കിനും കൂടെ വേണ്ടിയിട്ടാണത്. ഓക്കെ. So first one, which disciplines did C.V. Raman concentrated on instructing his students in Bangalore and Calcutta? അപ്പോൾ ബാംഗ്ലൂരിലും കൽക്കട്ടയിലുമായിരുന്നപ്പോൾ ഏത് ഡിസിപ്ലിൻ പറഞ്ഞ ഏത് സബ്ജക്റ്റിലാണ് C.V. രാമൻ കോൺസെൻട്രേറ്റ് ചെയ്തത്? എന്തിന്? സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ ഏതൊരു പർട്ടിക്കുലർ സബ്ജക്റ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്? അതേതാണ്? C.V. Raman concentrated on instructing his students in physics and mathematics in Bangalore and Calcutta. അപ്പോൾ concentrated on ഏതായിരുന്നു? Physics and mathematics. Specifically, he focused on theoretical physics, optics and acoustics. ഇനി അത് കുറച്ചുകൂടെ സ്പെഷ്യലൈസേഷൻ പറയുകയാണെങ്കിൽ ഫിസിക്സിൽ തന്നെ തിയററ്റിക്കൽ ഫിസിക്സും ഓപ്റ്റിക്സ് മീൻസ് ദാറ്റ് ഈസ് ലൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിസിക്സ്. Then and acoustics means sound. Okay. അപ്പോൾ ഇതിലൊക്കെയാണ് അയാൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. He also emphasized experimental techniques and encouraged hands-on learning. അപ്പോൾ അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റ്സ് നമുക്കറിയാം, റിസർച്ചിനൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത ആളാണ് നമ്മുടെ C.V. രാമൻ. അതുകൊണ്ട് തന്നെ എന്താണ് എംഫസൈസ്ഡ് എക്സ്പെരിമെൻ്റൽ ടെക്നിക്സ്, എങ്ങനെയൊക്കെയാണ് പരീക്ഷണങ്ങൾ നടത്തുക, അതിൻ്റെ ടെക്നിക്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ചെയ്യുന്നതിലൂടെ പഠിക്കുക, അത് എല്ലാ കാര്യങ്ങളും നമ്മുടെ C.V. രാമൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. സെക്കൻഡ് വൺ, വാട്ട് ഡിസ്റ്റിങ്വിഷസ് C.V. രാമൻസ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫ്രം ട്രഡീഷണൽ ടെക്സ്റ്റ് ബുക്ക് ലേണിംഗ് ഇൻ ഒപ്പീനിയൻ ഓഫ് ഹിസ് പ്യൂപ്പിൾ L.A. രാംദാസ്. നമ്മൾ ആ എസ്സേയിൽ ആ ആർട്ടിക്കിളിൽ L.A. രാംദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ്, അതായത് പ്യൂപ്പിളാണ് ആരുടെ? C.V. രാമൻ്റെ. അപ്പോൾ അയാളുടെ അഭിപ്രായത്തിൽ എന്താണ് C.V. രാമൻ്റെ ട്രഡീഷണൽ ടീച്ചിങ്ങിൽ നിന്നും വ്യത്യസ്തമായിട്ട് C.V. രാമൻ ഏത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്തത്? രാമൻസ് അപ്രോച്ച് വാസ് എക്സ്പെരിമെൻ്റൽ ആൻഡ് ഡിമോൺസ്ട്രേഷൻ ബേസ്ഡ്. എല്ലാം പരീക്ഷണ ഫിസിക്സ് അല്ലേ, അപ്പം എല്ലാം എക്സ്പെരിമെൻ്റൽ ബേസ്ഡ് ആയിട്ടാണ് മൂപ്പര് ക്ലാസ് എടുത്തിരുന്നത്. എല്ലാം പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് തെളിയിച്ചിട്ടാണ് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തിരുന്നത്. യൂസിങ് സിമ്പിൾ എക്വിപ്മെൻറ്റ് ടു ഇല്ലുസ്ട്രേറ്റ് കോംപ്ലെക്സ് കോൺസെപ്റ്റ്സ്. അല്ലേ, ചെറിയ സിമ്പിൾ ആയിട്ടുള്ള എക്വിപ്മെൻറ്റ്സ് ഉപകരണങ്ങളൊക്കെ വെച്ചിട്ടാണ് കോംപ്ലെക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, ഫിസിക്സിലൊക്കെ ഒരുപാട് തിയറികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ വളരെ ഈസി ആയിട്ട് അയാൾക്ക് അയാളുടേതായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ടായിരുന്നു. ഹി എൻകറേജ്ഡ് സ്റ്റുഡൻസ് ടു തിങ്ക് ക്രിട്ടിക്കലി ആൻഡ് ഇൻറ്റ്യൂട്ടീവ്ലി റാദർ ദാൻ ജസ്റ്റ് മെമ്മറൈസിങ് ഫോർമുലാസ്. അപ്പോൾ സ്റ്റുഡൻസിനോട് പറയാറുള്ളത് എന്തും ക്രിട്ടിക്കലി, അതുപോലെ തന്നെ ഒരു ബോധം, എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളൊരു ബോധം ഇറ്റ് ഷുഡ് ബി ദെയർ വൈൽ യു ആർ സ്റ്റഡിയിങ്. അല്ലാതെ വെറുതെ എന്താണ് ബൈഹാർട്ട് ചെയ്യല, ഫോർമുല ബൈഹാർട്ട് ചെയ്യലല്ല ഫിസിക്സ് എന്നുള്ളത്. എല്ലാം ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ എന്താണ് എല്ലാം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള ഒരു ഉപദേശമാണ് നമ്മുടെ രാമൻ കൊടുത്തിരുന്നത്. Raman's teaching emphasized observation, experimentation and discussion, making learning interactive and engaging. അയാൾ പഠിപ്പിക്കുന്നതിൽ എപ്പോഴും ഒബ്സർവേഷൻ, നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ഡിസ്കഷൻസും അല്ലേ, അതൊക്കെ എന്താണ് ഇറ്റ് മേക്സ് ലേണിംഗ് ഇൻറ്ററാക്റ്റീവ്. ഇപ്പോൾ ഇൻറ്ററാക്റ്റീവ് ലേണിങ്ങിൻ്റെ കാര്യമാണ്. അതായത് ടീച്ചർ ഈസ് നോട്ട് എ ലെക്ചറർ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ കുറേ പറയുക, സൈലൻറ്റ് ലിസണേഴ്സ് ആർ ദയർ, അങ്ങനെയല്ല, ഒരു ഇൻറ്ററാക്റ്റീവ് ക്ലാസ് തന്നെയായിരുന്നു രാമൻ്റെ ക്ലാസ്. What made Raman desire to interact with the public in spite of his difficulties in office and disagreement with other scientists? What made Raman desire to രാമൻ എപ്പോഴും പബ്ലിക്കുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിരുന്നു. അതായത് പബ്ലിക്കുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പബ്ലിക് സ്പീച്ചസ് ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിക്കിൾസൊക്കെ ജേർണൽസിൽ പബ്ലിക്കിന് വായിക്കാൻ പറ്റുന്ന ആർട്ടിക്കിൾസിലൊക്കെ അയാളുടെ ജേർണൽസ് പബ്ലിഷ് ചെയ്തിരുന്നു ഇൻ സിമ്പിൾ ഇംഗ്ലീഷ്.
അപ്പോൾ എന്തുകൊണ്ടാണ് സയൻറ്റിസ്റ്റുകളെക്കാൾ കൂടുതൽ പബ്ലിക്കുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിരുന്നത്? സാധാരണ സയൻറ്റിസ്റ്റുകൾ അങ്ങനെയല്ല, അവരെപ്പോഴും ഇൻറ്ററാക്ട് ചെയ്യുന്നത് സയൻറ്റിസ്റ്റുകളോടായിരിക്കും. പക്ഷെ രാമൻ വാസ് ഡിഫറെൻറ്റ്. He believed science should be accessible to everyone, not just experts. അപ്പോൾ സയൻറ്റിസ്റ്റുകൾക്ക് മാത്രമുള്ളതല്ല സയൻസ് നമ്മുടെ എവറിഡേ ലൈഫിലുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. He wanted to inspire young minds and foster a scientific temperament in society. മറ്റേ യങ് മൈൻഡ്സിനെ, അതായത് യുവാക്കളെ ഫോസ്റ്റർ ചെയ്യണം, അവർക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് സയൻസിനോടുള്ള ഒരു അഭിരുചി ഉണ്ടാക്കണം സൊസൈറ്റിയിൽ. Raman's passion for sharing knowledge and promoting scientific awareness outweighed his personal and professional difficulties. ഈ ഒരു ഷെയറിങ് നോളജ്, അതായത് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. എനിക്ക് കുറേ കാര്യം അറിയാം, ഞാനത് മിണ്ടാണ്ടിരിക്കുകയല്ല. ഹി ഈസ് ഷെയറിങ് നോളജ് ടു ഈച്ച് ആൻഡ് എവറി വൺ, എസ്പെഷ്യലി ടു ദ പബ്ലിക്. അപ്പോൾ അത് എന്താണ്, അയാളുടെ പ്രൊഫഷണൽ അതുപോലെ തന്നെ പേഴ്സണൽ ഡിഫിക്കൽട്ടികളൊക്കെ ഇല്ലാതെയൊക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ അതൊരു റിലാക്സേഷൻ ആയിരുന്നു. ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടാവും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയൊരു ലീഡറൊക്കെ ആകുമ്പോൾ. ദാറ്റ് ഈസ് ഹി വാസ് ദ ഡയറക്ടർ, അല്ലേ, സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. അതൊക്കെ ലഘൂകരിച്ചത് വൈൽ ഹി വാസ് ഇൻറ്ററാക്ടിങ് വിത്ത് ദ പബ്ലിക്. He saw public engagement as a way to popularize science, break down barriers, and build connections between science and everyday life. അങ്ങനെ സയൻസിനെ പോപ്പുലറൈസ് ചെയ്യണം, അതായത് കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമല്ല ഈ സയൻസ്, ഇറ്റ് ഈസ് ടു ദ പബ്ലിക്. അതിന് വേണ്ടിയിട്ട് അല്ലേ കുറേ അത് കൂടുതൽ പോപ്പുലർ ആവണം. പിന്നെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ബാരിയേഴ്സ്, അതായത് എന്തുകൊണ്ടാണ് സയൻസ് മറ്റുള്ളവർ പഠിക്കാത്തത്, ഭയങ്കര ഡിഫിക്കൽട്ടാണ് തോന്നുന്നുണ്ട്, അപ്പോൾ അത് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക. അതായിരുന്നു സി.വി. രാമൻ ചെയ്തിരുന്നത്. ആൻഡ് ബിൽഡ് കണക്ഷൻസ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് എവറിഡേ ലൈഫ്. അപ്പോൾ സയൻസിലെ എല്ലാ കാര്യങ്ങളും ജീവിതമായിട്ട് വളരെ ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ക്ലാസ് എടുത്തിട്ടാണ് ഹി മെയ്ഡ് ഹിസ് സെഷൻസ് ഇൻറ്ററാക്റ്റീവ് ആസ് വെൽ ആസ് എൻ്റർടൈനിങ്. Fourth one, how did Raman see the significance of history and biography in science education? അപ്പോൾ സയൻസ് എഡ്യൂക്കേഷനിൽ ഹിസ്റ്ററി നമുക്കറിയാം, ഈ ഹിസ്റ്ററിയും സയൻസും തമ്മിൽ ഭയങ്കര കോൺട്രാസ്റ്റ് ആണ്, അല്ലേ, രണ്ട് എക്സ്ട്രീമിൽ കിടക്കുന്നതാണ്. പക്ഷെ രാമൻ പറയുന്നത് ഹിസ്റ്ററിക്കും ബയോഗ്രഫിക്കും സയൻസ് എഡ്യൂക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ്. എന്തുകൊണ്ടാണത്? History and biography help students understand scientific discoveries in context and appreciate the human effort behind them. അതായത് ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആളുകൾ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെ സമയത്ത് ഉണ്ടായിട്ടുണ്ട്, മാത്രമല്ല ആ സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടായിരിക്കും അവർ ആ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവുക. സോ ഓൾ ദീസ് തിങ്സ് ആർ റിവീൽഡ് ഓർ ദേ ആർ സെഡ് ബൈ ദ ഹിസ്റ്ററി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. ബയോഗ്രഫീസും, ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ബയോഗ്രഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ന്യൂട്ടൻ്റെ ബയോഗ്രഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ വളരെ പ്രിമിറ്റീവായിട്ടുള്ള കുറേ സാഹചര്യങ്ങളിൽ പഠിച്ച് വളർന്ന ആളായിരിക്കാം. അപ്പോൾ അതൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും സ്റ്റുഡൻസിന്. എന്താണ്? ഫോർ ഗെറ്റിംഗ് ഇൻസ്പിറേഷൻ. ദർ ഈസ് ആൻഡ് ഇൻസ്പയർ സ്റ്റുഡൻസ് ബൈ ഷോവിങ് ഹൗ സയൻറ്റിസ്റ്റ് ഓവർകെയിം ചലഞ്ചസ് ആൻഡ് പ്രിസർവ്, അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അവർ എല്ലാ ചലഞ്ചസും വെല്ലുവിളികളൊക്കെ ഓവർകം ചെയ്തിട്ട് വളരെ ഗ്രേറ്റ് ആയത് എന്നുള്ളത്, ആ ഒരു സ്റ്റോറിയൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ ഹിസ്റ്ററി ആൻഡ് ബയോഗ്രഫീസ് ആർ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ദേ ആർ വെരി യൂസ്ഫുൾ. മേക്ക് സയൻസ് നോ മോർ എൻഗേജിങ്, റിലേറ്റബിൾ ആൻഡ് ആക്സസിബിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സയൻസിനെ കൂടുതൽ എൻഗേജിങ്ങും അതുപോലെ തന്നെ റിലേറ്റബിൾ, അല്ലേ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. അതായത് എൻ്റെ ലൈഫും ന്യൂട്ടൻ്റെ ലൈഫൊക്കെ ഒരുപോലെയാണ്, സോ ഐ ക്യാൻ ബിക്കം എൻ ഐസക് ന്യൂട്ടൺ വൺ ഡേ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റും ആ സമയത്ത്. ദെൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 2 മാർക്ക് ക്വസ്റ്റ്യന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല. 2 മാർക്കാണെങ്കിൽ ഇതിലൊരു സെൻറ്റൻസ് കുറച്ച് എഴുതിയാൽ മതി. 3 മാർക്കൊക്കെ ആണെങ്കിലാണ് 3-4 സെൻറ്റൻസ് എഴുതേണ്ടത് കേട്ടോ. ദെൻ പാരഗ്രാഫ് സാധാരണ 100 വേർഡ്സിനാണ് ചോദിക്കുന്നത്. 5 മാർക്കാണ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. First one, how did C.V. Raman's teaching strategies as outlined in the article reflect his conviction that research is important? അപ്പോൾ C.V. രാമൻ്റെ കോൺസെപ്റ്റിൽ റിസർച്ച് ആണ് ഏറ്റവും വലുത്. അതായത് ആളുകൾ റിസർച്ച് ചെയ്യണം, അല്ലേ, ഗവേഷണങ്ങൾ നടത്തണം എന്നുള്ള അതിന് എങ്ങനെയാണ് C.V. രാമൻ കുറേ സ്ട്രാറ്റജീസ്, കുറേ കാര്യങ്ങളിലൂടെയാണ് പറഞ്ഞത് റിസർച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് അയാൾ ചൂണ്ടിക്കാട്ടിയത്? ടു സ്ട്രെസ് ദാറ്റ് റിസർച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്.
C.V. Raman's teaching methods valued research highly. അയാൾ എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് മീൻസ് ടു ഹിസ് സ്റ്റുഡൻസ് ഹി ടോട്ട് ദാറ്റ് റിസർച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഓഫ് സ്റ്റഡി. ഹി എൻകറേജ്ഡ് ഹാൻഡ്സ് ഓൺ ലേണിംഗ് ത്രൂ എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഒബ്സർവേഷൻസ്. എപ്പോഴും ഒബ്സർവേഷൻസിലൂടെയും എക്സ്പെരിമെൻറ്റ്സിലൂടെയാണ് പഠിപ്പിച്ചിരുന്നത്. സ്റ്റുഡൻസ് വെയർ ഇൻസ്പയർഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, എക്സ്പ്ലോർ ആൻഡ് ഇന്നോവേറ്റ്. അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റുഡൻസിന് ചോദ്യങ്ങൾ ചോദിക്കാനും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഉള്ള, സ്വയമായിട്ട് പഠിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ രാമൻ തന്നെ ഒരുക്കി കൊടുത്തിരുന്നു ഒരു ടീച്ചറായ നിലയ്ക്ക്. Raman shared his research experiences providing real world context. അയാളുടെ എക്സ്പെരിമെൻറ്റുകൾ നടത്തുമ്പോൾ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ് ഒക്കെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഹി ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ ഹിസ് പ്രോജക്ട്സ്. പിന്നെ വലിയ പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ പ്രൊജക്റ്റുകളിൽ കുട്ടികളെയും ഉൾപ്പെടുത്തുമായിരുന്നു. ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ് എന്നുള്ളത് അവർ കാണാൻ വേണ്ടിയിട്ട്. ദെൻ ഗിവിങ് ദം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അല്ലേ? അപ്പോൾ റിസർച്ചിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അത് ഒരു as part of a project, as being a part of project is an experience in research. The approach helped students develop critical thinking and അത് കുട്ടികളിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു വിമർശന ബുദ്ധി ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത് എന്നുള്ള ചിന്തിക്കുന്നത്, ഒരു റേഷണൽ തിങ്കിങ് വിൽ ബി ദയർ ഇൻ ദ മൈൻഡ് ഓഫ് ദ സ്റ്റുഡൻസ്. ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. അല്ലേ? എന്തെങ്കിലും ഒരു പ്രോബ്ലം മീൻസ് പ്രോബ്ലം ഇൻ ദ സെൻസ് പ്രോബ്ലംസ് ഇൻ സയൻസ്. അപ്പോൾ അങ്ങനെ വന്ന് അതെങ്ങനെ സോൾവ് ചെയ്യാം, ഇതിങ്ങനെ ചെയ്താൽ മതി, ആ എക്സ്പെരിമെൻ്റ് അങ്ങനെ ചെയ്താൽ മതി, ഈ രീതിയിലുള്ള കുറേ പ്രാക്ടിക്കൽ നോളേജാണ് ഈ രാമൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രാമൻ്റെ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്നത്. രാമൻ ബ്രിഡ്ജ്ഡ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്, inspiring students to become skilled researchers. അതുപോലെ തന്നെ there is no gap or there is no difference between theory and practical. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. ഈ പ്രാക്ടിക്കലിലൂടെ നമ്മൾ പഠിക്കുന്നത് തിയറിയാണ്. ഈ രീതിയിലാണ് രാമൻ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്താണ് കൂടുതൽ സ്കിൽഡ് റിസർച്ചേഴ്സ് ആയിട്ട് മാറാൻ പറ്റി. His teaching nurtured a curious mindset, ready to discover new things. അതുപോലെ തന്നെ ക്യൂരിയസ് മൈൻഡ് സെറ്റ്. ഈ വളരെ സയൻസിനോടൊക്കെ താല്പര്യമുള്ള ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ തൃപ്തിപ്പെടുത്താൻ രാമന് പറ്റിയിരുന്നു. ബൈ കമ്പൈനിങ് ലേണിംഗ് വിത്ത് എക്സ്പ്ലോറേഷൻ, രാമൻ ഫോസ്റ്റേർഡ് എ ലവ് ഫോർ സയൻസ്. ഇപ്പോൾ എന്താണ് കൂടുതൽ പഠിക്കാനും റിസർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ആദ്യം ആളുകൾ വളർത്തിയെടുത്തൊരു സ്വഭാവമാണ് ലവിങ് സയൻസ്. അല്ലേ? സയൻസിനെ സ്നേഹിക്കുക. അപ്പോൾ കൂടുതൽ റിസർച്ചേഴ്സൊക്കെ ആവാൻ പറ്റും എന്നാണ് രാമൻ പറഞ്ഞത്. His students gained valuable skills, preparing them for future discoveries. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഉള്ള കഴിവ് അയാളുടെ സ്റ്റുഡൻസിന് രാമൻ കൊടുത്തിരുന്നു. രാമൻസ് എംഫസിസ് ഓൺ റിസർച്ച് എംപവേർഡ് ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് സയൻറ്റിസ്റ്റ് ആൻഡ് തിങ്കേഴ്സ്. രാമൻ്റെ ലക്ഷ്യം തന്നെ അതായിരുന്നു, നെക്സ്റ്റ് ജനറേഷൻ, ഫ്യൂച്ചർ ജനറേഷനെ എങ്ങനെ വാർത്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ റിസർച്ച് മെത്തേഡും എക്സ്പെരിമെൻ്റൽ മെത്തേഡൊക്കെ ട്രൈ ചെയ്തത് രാമൻ. ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ്, സെക്കൻഡ് വൺ ആണ്, ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് C.V. Raman's പബ്ലിക് ഔട്ട്റീച്ച് ഇനീഷ്യേറ്റീവ്സ് ഇൻ എഡ്യൂക്കേറ്റിംഗ് ദ പബ്ലിക് ആൻഡ് യൂത്ത് അബൌട്ട് സയൻസ്. ഇനി പബ്ലിക്കിന് സയൻസ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് രാമൻ ചെയ്തത്? C.V. Raman's പബ്ലിക് ഔട്ട്റീച്ച് ഇനീഷ്യേറ്റീവ്സ് played a vital role in educating people about science. C.V. രാമൻ ഒരുപാട് കാര്യങ്ങൾ, അല്ലേ, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തിന്? പബ്ലിക്കിനൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സയൻസിനെ പറ്റി. ഹി മെയ്ഡ് കോംപ്ലെക്സ് കോൺസെപ്റ്റ് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ഇൻസ്പയറിംഗ് ക്യൂരിയോസിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. അല്ലേ? അതായത് കുട്ടികളിൽ ക്യൂരിയോസിറ്റി, ജിജ്ഞാസയും അത് അറിയാനുള്ള ആഗ്രഹം, അല്ലേ, അതും അതുപോലെ തന്നെ അവരെ പ്രൊമോട്ട് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ C.V. രാമൻ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട്, കോംപ്ലെക്സ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് എക്സ്പെരിമെൻറ്റിലൂടെ കാണിച്ചു കൊടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. ത്രൂ പബ്ലിക് ലെക്ചേഴ്സ് ആൻഡ് ഡെമോൺസ്ട്രേഷൻസ്, രാമൻ എൻകറേജ്ഡ് പീപ്പിൾ ടു എക്സ്പ്ലോർ സയൻസ്. പിന്നെ പബ്ലിക്കിനെ അവെയർ ചെയ്യിപ്പിക്കാനായിട്ട് അതുപോലെ പബ്ലിക് ലെക്ചറേഴ്സ്, അല്ലേ, പബ്ലിക്കിൻ്റെ ഇടയിൽ പോയിട്ട് വർത്തമാനം പറയാം. അവർ പബ്ലിക് മീറ്റിങ്ങിലൊക്കെ, പബ്ലിക്കുകൾ പറഞ്ഞ സാധാരണക്കാർ വരുന്ന മീറ്റിങ്ങുകളിൽ എന്ത് ചെയ്യുക, പോയിട്ട് ക്ലാസ് എടുക്കുക. അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻസ്, അവർക്ക് പരീക്ഷണങ്ങൾ ചെയ്തിട്ട് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക അത് ഇങ്ങനെയാണെന്നുള്ളത്. ഹി എസ്പെഷ്യലി
motivated young minds, introducing them to scientific careers and mentoring students. ചെറിയ കുട്ടികളെയാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ അവരാണ് നാളത്തെ ഫ്യൂച്ചർ സയൻറ്റിസ്റ്റ് എന്നുള്ളത് നമ്മുടെ സി വി രാമൻ അറിയായിരുന്നു. Raman's efforts helped building a culture that values science and reason, contributing to India's growth. അത് ഒരുപാട് കാര്യങ്ങളിൽ, അതായത് രാമൻ്റെ ഈ ഒരു എഫേർട്ടുകൾ നല്ലൊരു ബിൽഡിങ് എ കൾച്ചർ ദാറ്റ് വാല്യൂ സയൻസ് ആൻഡ് റീസൺ, സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് രാമൻ ഇതൊക്കെ ചെയ്തത്. അത് ഇന്ത്യയുടെ വളർച്ചയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ ബ്ലൈൻഡ് ബിലീഫും സൂപ്പർസ്റ്റിഷനും ഒക്കെ ഇല്ലാതെ ഈ സയൻസ് കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ. Raman's efforts help. His legacy continues to inspire scientists and educators, showing that science can be fascinating and rewarding. അപ്പോൾ അതുപോലെ തന്നെ ഇയാളുടെ ഈ ഒരു മെത്തേഡ് മറ്റുള്ളവരെ വളരെയധികം ഇൻസ്പയർ ചെയ്തു. സയൻറ്റിസ്റ്റുകളെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിചക്ഷകരെ, അതായത് എഡ്യൂക്കേറ്റേഴ്സ് അത്ര മതി. ഷോയിങ് ദാറ്റ് സയൻസ് ക്യാൻ ബി ഫാസിനേറ്റിംഗ് ആൻഡ് റിവാർഡിങ് അല്ലേ. അപ്പോൾ സയൻസ് പറഞ്ഞു വെച്ചാൽ ഭയങ്കര വലിയ സംഭവമാണ്, ആളുകൾക്ക് തോന്നി തുടങ്ങി അല്ലേ. എന്താണ് അതുപോലെ തന്നെ റിവാർഡിങ് അല്ലേ, അതിനൊരുപാട് പ്രതിഫലം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നൊബേൽ പ്രൈസൊക്കെ കിട്ടി നമ്മുടെ സി വി രാമൻ, അതുപോലെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി. അപ്പം അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ആളുകൾ മനസ്സിലാക്കി. By sharing his knowledge, Raman bridged the gap between science and society, benefiting generations to come. അങ്ങനെ കുറേ നോളജ് ഷെയർ ചെയ്യുന്നതിലൂടെ പബ്ലിക്കും അതുപോലെ തന്നെ സയൻസും തമ്മിലുള്ള, സൊസൈറ്റിയും സയൻസും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, ആ ഒരു വിടവ് രാമൻ നികത്തി. അപ്പോൾ ഇത് എന്താണ്, മറ്റുള്ള വരാൻ പോകുന്ന ജനറേഷനൊക്കെ വളരെയധികം ഒരു ഇൻസ്പിറേഷനായി മാറി. തേർഡ് പാരഗ്രാഫാണ്. What are some of the complex aspects of C.V. Raman's personality, especially in terms of his ability to manage his responsibilities as a group figure, researcher and a teacher? എന്തൊക്കെയാണ് രാമൻ ചെയ്തത്? അതായത് he was a versatile genius. അപ്പം ഒരു പബ്ലിക് ഫിഗറും റിസർച്ചറും ടീച്ചറും ഒക്കെ ആയിട്ടുള്ള ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫ് എങ്ങനെയാണ് രാമൻ മാനേജ് ചെയ്തത്? സി വി രാമൻ വാസ് എ കോംപ്ലക്സ് പേഴ്സണാലിറ്റി വിത്ത് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് അല്ലെ. ഒരു കോംപ്ലക്സ് പേഴ്സണെ അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരേപോലത്തെ സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ, സയൻറ്റിസ്റ്റ് ആണെങ്കിൽ സയൻറ്റിസ്റ്റുകളോട് മാത്രം വർത്തമാനം പറയും. ഹി വോണ്ട് ബി എ പബ്ലിക് ഇൻറ്ററാക്ടർ. അപ്പോൾ അങ്ങനെയല്ല, ഹി വാസ് എ പബ്ലിക് ഇൻറ്ററാക്ടർ ആസ് വെൽ ആസ് എ സയൻറ്റിസ്റ്റ്. അപ്പോൾ അതാണ് ഒരു കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്, അല്ലെങ്കിൽ എന്താണ്, പരസ്പര വിരുദ്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത ആളായിരുന്നു. മീൻസ് ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. As a group leader, researcher and teacher, he faced challenges. നമുക്കറിയാം, ഒരു ഗ്രൂപ്പ് ലീഡർ എന്നുള്ള നിലയ്ക്കും റിസർച്ചർ എന്നുള്ള നിലയ്ക്കും ടീച്ചർ എന്നുള്ള നിലയ്ക്കും ഒരുപാട് ചലഞ്ചസ്, വെല്ലുവിളികൾ രാമൻ നേരിട്ടിട്ടുണ്ട്. On one hand, he was passionate, driven and demanding, pushing himself and others to excel. അപ്പോൾ ഒരേ സമയം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതോടൊപ്പം മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ മുന്നിൽ നിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളൊക്കെ രാമൻ ചെയ്തിരുന്നു. His strong convictions and confidence sometimes made him appear stubborn or dismissive. അങ്ങനെ ഈ വളരെ ഉറച്ച തീരുമാനങ്ങളുള്ള ആളായിരുന്നു. അത് അയാളുടെ കോൺഫിഡൻസ് കൂട്ടി. അതുപോലെ തന്നെ സ്റ്റബേൺ ഓർ ഡിസ്മിസീവ്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇയാൾ എന്താണ്, ഒരു അനക്കം തട്ടാത്ത മനുഷ്യനാണ്, ആർക്കും അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹി ഹാഡ് ഹിസ് ഓൺ വ്യൂസ് ഓർ പെർസെപ്ഷൻസ്. അപ്പം അതാണ് ഇയാൾ എപ്പോഴും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കാരണം. On the other hand, he was intensely curious, humble and generous, sharing knowledge and encouraging students. ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അയാൾ വളരെ സ്റ്റബേൺ ആയിരുന്നു, ഒരു നിലപാടിൽ നിന്ന് മാറാത്ത മനുഷ്യനാണ്. പക്ഷെ ആസ് എ ടീച്ചർ ഓർ എ പബ്ലിക് കമ്മ്യൂണിക്കേറ്റർ, ഹി വാസ് ക്യൂരിയസ്, ഹംബിൾ അല്ലേ. ക്യൂരിയസ് ആണ്, അതുകൊണ്ടാണ് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. ഹംബിൾ ആയിരുന്നു, ഹി കമ്മ്യൂണിക്കേറ്റഡ് ഇൻ സിമ്പിൾ ലാംഗ്വേജ്. ഓക്കെ. പിന്നെ അതുപോലെ ജനറസ്, വളരെ വിശാല ഹൃദയനായിരുന്നു. കാരണം പറഞ്ഞ സ്റ്റുഡൻസിനും പബ്ലിക്കിനൊക്കെ ഒരുപാട് നോളജ് പകർന്നു കൊടുക്കുന്ന ആളാണ്. Raman struggled to balance his research and administrative duties, often prioritizing science over bureaucracy. അപ്പോൾ രാമൻ ഒരുപാട് കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് IIS-ൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഡയറക്ടർ ആയിരുന്നു. സോ ഹി ഹാഡ് ടു പെർഫോം എ ലോട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ്. എന്ന് വെച്ചാൽ ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു.
അതുപോലെ തന്നെ അപ്പോൾ സയൻസിന് ബ്യൂറോക്രസി, അതായത് ഭരണവും ഭരിക്കുന്ന ആളുകളും സയൻറ്റിസ്റ്റുകളും തമ്മിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഡിസ്പൈറ്റ് ഡിഫിക്കൽട്ടീസ് he remained committed to teaching and mentoring. എല്ലാ പ്രശ്നങ്ങളുണ്ടെങ്കിലും he enjoyed teaching, അല്ലേ? കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക, ടീച്ച് ചെയ്യുക, ഈ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു സി വി രാമന്. His intense focus and high standards sometimes led to conflicts. അതുപോലെ തന്നെ ഇയാൾക്ക് ഈ ഒരു ആഗ്രഹം, അല്ലേ, കുറേ കോൺഫ്ലിക്റ്റുകൾക്കും കാരണമാക്കിയിട്ടുണ്ട്, കുറേ വിവാദങ്ങൾക്കും. But his legacy shows that his strength outweighed his weaknesses, inspiring generations of scientists and students. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്നെസ്സുകളെല്ലാം ഇല്ലാതാക്കി. കാരണം എന്താണ്, അതിനൊക്കെ മുകളിലാണ് അയാളുടെ ആ ഒരു മെൻറ്റാലിറ്റി യങ്സ്റ്റേഴ്സിനെ ഉയർത്തിക്കൊണ്ടുവരിക. His multifaceted personality helped shape Indian science and education. രാമൻ്റെ ഒരിക്കലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ, രാമൻ്റെ ഈ ഒരു മൾട്ടി ഫേസറ്റഡ്, ഈ ബഹുമുഖ പ്രതിഭ എന്നൊക്കെ പറയില്ലേ, ഈ പല രീതിയിലുള്ള അപ്രോച്ചുകളാണ് ഇന്ത്യയിൽ സയൻസ് എഡ്യൂക്കേഷൻ ഇത്രയും പോപ്പുലർ ആവാൻ കാരണം, അതുപോലെ തന്നെ ആളുകൾക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ കാരണം. നെക്സ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 2 എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒരു എസ്സേ ആയിട്ടാണ് ഞാൻ തന്നിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, എസ്സേ എഴുതുന്ന സമയത്ത് ഒരു എസ്സേ പഠിച്ചാൽ മതി. ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ പ്രിപ്പയർ ചെയ്യുക, അത് എഴുതി പഠിക്കുക തന്നെ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും മാറ്റിയാൽ മതി. ബാക്കി കോണ്ടന്റ് വിൽ ബി ദ സെയിം. ഫസ്റ്റ് വൺ, കൺസിഡർ yourself a student of C.V. Raman in the 1920s. Write a paper outlining your experience at his lectures and how his instruction affected your comprehension of science. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ 1920s രാമൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് സപ്പോസ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ രാമൻ്റെ ലെക്ചറേഴ്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അയാളുടെ പഠിപ്പിക്കുന്ന രീതിയെ പറ്റിയിട്ടും എല്ലാം ഒരു പേപ്പർ, ഒരു റിസർച്ച് പേപ്പർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് വൺ, സി വി രാമൻ തോട്ട് ദാറ്റ് നേഷൻ ബിൽഡിംഗ് മേ ബെനിഫിറ്റ് ഗ്രേറ്റ്ലി ഫ്രം ദി യൂസ് ഓഫ് സയൻസ്. സി വി രാമൻ ഒരു ശക്തമായിട്ട് വിശ്വസിച്ചിരുന്നു, അല്ലേ, ഒരു രാജ്യം സയൻസിൻ്റെ മുകളിലാണ് പടുത്തുയർത്തേണ്ടത്. അതായത് സയൻസ് കാരണമാണ് ഒരു രാജ്യത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്. Write a paper on the potential effects of the belief on science education in contemporary India. അപ്പോൾ സയൻസ് എഡ്യൂക്കേഷൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇന്ത്യയിലെ എഡ്യൂക്കേഷന്, അതുപോലെ തന്നെ എസ്പെഷ്യലി സയൻസ് എഡ്യൂക്കേഷന് ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെയൊക്കെ സഹായകരമായി എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു പേപ്പർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരൊറ്റ ആൻസറേ ഉള്ളൂ കേട്ടോ. നോക്കാം നമുക്ക്. അപ്പം നമ്മൾ രാമൻ്റെ സ്റ്റുഡൻ്റ് എന്നുള്ള നിലയ്ക്കാണ് എഴുതുന്നത്. ആസ് എ സ്റ്റുഡൻറ് ഓഫ് C.V. Raman in the 1920s, I had the privilege of experiencing the unique teaching style. അല്ലേ, രാമൻ്റെ സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പഠനാനുഭവം അനുഭവപ്പെട്ടു. which not only deepened my understanding of science but also instilled a passion for discovery. സയൻസിലുള്ള എൻ്റെ നോളജ് കൂടിയെന്ന് മാത്രമല്ല, ഡിസ്കവറി, കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു പാഷൻ, അല്ലേ, ഒരു ത്വര എന്നിലുണ്ടായി. His lectures were mesmerizing, making complex concepts accessible through demonstrations and everyday examples. ഓക്കെ, എവറിഡേ എക്സാമ്പിളൊക്കെ വെച്ചിട്ടാണ് സയൻസ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ ലെക്ചറിങ് വാസ് മെസ്മറൈസിങ്, ഔട്ട്സ്റ്റാൻഡിങ്, അല്ലേ, എന്ന് നമ്മൾ ഓർത്തിരിക്കുന്നതാണ്. Raman's enthusiasm was contagious, inspiring me to think critically and creatively. അല്ലേ, എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തതും അതുപോലെ തന്നെ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചതുമാണ് രാമൻ്റെ ക്ലാസ്സുകൾ. അല്ലെങ്കിൽ രാമനെ കാണുമ്പോൾ തന്നെ ആ enthusiasm, that spirit, okay, inspired me very much. He encouraged us to question, explore and challenge assumptions, fostering scientific temperament. ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, അതായത് ടീച്ചർ പറയണമൊക്കെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, സംശയം ചോദിക്കണം, കുറേ കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ തോന്നലുകളൊക്കെ എങ്ങനെ നിങ്ങൾ കണ്ടുപിടുത്തങ്ങളാക്കി മാറ്റണം, അല്ലേ, ഈ രീതിയിലുള്ള സയൻറ്റിഫിക് ടെമ്പറമെൻറ്റ് വളർത്താൻ ഒരുപാട് കാര്യങ്ങൾ രാമൻ്റെ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നു. This approach transformed the science from a subject to a way of thinking. സയൻസ് വെറും ഒരു സബ്ജക്റ്റിൽ നിന്നും ഒരു ചിന്തയിലേക്ക് മാറി. His instruction sparked curiosity, motivating me to delve deeper into physics.
അങ്ങനെ എന്നിൽ ഉള്ള ഒരുപാട് ക്യൂരിയോസിറ്റി, ജിജ്ഞാസ വളർത്താൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ കാരണമായി. എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു ഫിസിക്സിലേക്ക്. Raman's teaching style was engaging and his passion for science was evident in every lecture. രാമൻ്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് ടീച്ചിങ് അത് വളരെയധികം എൻ്റർടൈനിങ് ആയിരുന്നു, എൻഗേജിങ് ആയിരുന്നു, ഞങ്ങളെ ബോറടിപ്പിക്കുകയേ ചെയ്തിരുന്നില്ല. ആൻഡ് ഹിസ് പാഷൻ ഫോർ സയൻസ് വാസ് എവിഡൻറ്റ് ഇൻ എവറി ലെക്ചർ. ഓരോ ലെക്ചറിലും സയൻസിനോടുള്ള അടങ്ങാത്ത പാഷൻ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. C.V. Raman's vision for science education in India was profound. അതുപോലെ C.V. രാമൻ്റെ സയൻസ് എഡ്യൂക്കേഷനോടുള്ള ആഭിമുഖ്യം ഇന്ത്യയിൽ അല്ലേ, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹി ബിലീവ്ഡ് ദാറ്റ് സയൻസ് കുഡ് പ്രൊപ്പൽ നേഷൻ ബിൽഡിംഗ്. സയൻസ് ആണ് നയിക്കുന്നത് നേഷനെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടുപിടുത്തങ്ങൾ വേണം, അതിന് സയൻസ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യണം. This philosophy was significant implication for contemporary India science education. ഇന്നത്തെ ഇന്ത്യയിലെ സയൻസ് എഡ്യൂക്കേഷനുള്ള ഒരു അടിത്തറ പാകാൻ ഈ ഒരു കോൺസെപ്റ്റിന് പറ്റി. By emphasizing applied science, focusing on innovation and adopting interdisciplinary approaches, India can drive technological advancements and address socio-economic issues. അതുപോലെ അപ്ലൈഡ് സയൻസും മറ്റുള്ള ഡിസിപ്ലിൻസും സബ്ജക്റ്റും കൂടെ ചേർന്നിട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പറ്റും. അതുപോലെ ഇന്ത്യയെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിലേക്ക്, ടെക്നോളജിയുടെ കാര്യത്തിൽ ഇന്ത്യയെ വളരെയധികം ഒരു അഡ്വാൻസ്ഡ് കൺട്രി ആയിട്ട് മാറാൻ പറ്റും അല്ലേ. അങ്ങനെ നമുക്ക് നമ്മുടെ സൊസൈറ്റി ഇക്കണോമിക്കലി ഹൈ ആയി മാറും എന്നുള്ളത് ഉറപ്പായിരുന്നു C.V. രാമന്. Implementing Raman's vision requires a shift in focus towards hands-on learning, experiments and projects that foster critical thinking. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു ചെയ്ത് പഠിക്കൽ, എല്ലാ കാര്യങ്ങളും ലെക്ചർ ചെയ്യലല്ല, എക്സ്പെരിമെൻ്റൽ വേയിലാണ് പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതുപോലെ തന്നെ ഇതിനോടൊക്കെ ഉള്ളൊരു താല്പര്യം കൂട്ടാൻ വളരെയധികം സഹായിച്ചു. സയൻസ് ലിറ്ററസി ഈസ് ഇസെൻഷ്യൽ ആൻഡ് enabling citizens to make informed decisions അല്ലേ. സയൻസ് ലിറ്ററസി, സയൻസിനെ പറ്റി നമ്മൾ അറിവുള്ളവരാവണം. അതുപോലെ തന്നെ enabling citizens informed decisions. ഓക്കെ, അതായത് സിറ്റിസൻസിന്, ഓരോ പൗരന്മാരും മനസ്സിലാക്കേണ്ടതാണത്. സയൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. By embracing Raman's philosophy, India can harness science's potential for nation building, empowering citizens to drive progress and development അല്ലേ. അങ്ങനെ രാമൻ്റെ ഫിലോസഫി, അതായത് പബ്ലിക്കിന് സയൻസ് ആക്സസിബിൾ ആക്കുക, സയൻസിനെ പ്രൊമോട്ട് ചെയ്യുക, ഈ ഫിലോസഫികളൊക്കെ ഇന്ത്യ ക്യാൻ ഹാർനസ് സയൻസ് പൊട്ടൻഷ്യൽ ഫോർ നേഷൻ ബിൽഡിംഗ്, ഇന്ത്യക്ക് വളരെയധികം സഹായകമായി ഫോർ നേഷൻ ബിൽഡിംഗ്, നല്ലൊരു രാജ്യമാവാൻ. അതുപോലെ തന്നെ സിറ്റിസൻസിനെ ശാക്തീകരിക്കാനും ഒക്കെ കാരണമായി. In conclusion, C.V. Raman's teaching and vision have had a lasting impact on science education. നമുക്കറിയാം C.V. രാമൻ്റെ ഈ വിഷനും അതുപോലെ ഫിലോസഫിയൊക്കെ സയൻസ് എഡ്യൂക്കേഷനെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ വളരെയധികം പ്രൊമോട്ട് ചെയ്തു. His legacy continues to inspire future scientists and innovators അല്ലേ. അങ്ങനെ രാമൻ ഒരുപാട് ആളുകളെ, ഫ്യൂച്ചർ സയൻറ്റിസ്റ്റുകളെയും അതുപോലെ തന്നെ ഇന്നോവേറ്റേഴ്സ് പറഞ്ഞ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആളുകളെയൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തു, ഇൻസ്പയർ ചെയ്തു. By adopting this approach, India can unlock the transformative power of science അല്ലേ. അപ്പോൾ ഈ ഇന്ത്യയുടെ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് സയൻസ്, ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ പറ്റുന്നതാണ് ടെക്നോളജി അല്ലെങ്കിൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡ്രൈവിംഗ് ഗ്രോത്ത്, ഇന്നോവേഷൻ ആൻഡ് പ്രോഗ്രസ് അല്ലേ. അതിലൂടെ നമുക്ക് ഗ്രോത്തും ഇന്നോവേഷൻസും പ്രോഗ്രസ്സും പുരോഗതിയും എല്ലാം പ്രാപിക്കാൻ പറ്റും. എന്തിലൂടെ? സയൻസിലൂടെ. ഓക്കെ, ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആസ് എ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോഴാണ് ആദ്യത്തെ പാർട്ട് നമ്മൾ ഐ എന്ന് വെച്ചിട്ട് എഴുതണ്ടുള്ളൂ. അല്ലാത്ത സമയത്ത് നിങ്ങളത് ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാൻ മതി. ഓക്കെ, ഹി വാസ് മൈ ടീച്ചർ എന്നൊന്നും പറയണ്ട, ഈസ് എ വെരി ഗുഡ് ടീച്ചർ, ആ രീതിയിലാണ് എഴുതേണ്ടത് കേട്ടോ. പിന്നെ ഒരു ഇൻട്രൊഡക്ഷനും, നല്ലൊരു ഇൻട്രൊഡക്ഷനും തയ്യാറാക്കി വെക്കുക C.V. രാമനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ C.V. രാമൻ എങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്ററായി ഒരു 3-4 സെൻറ്റൻസുകൾ എഴുതി വയ്ക്കുക. ഓക്കെ, ഇത്രയാണ് എസ്സേക്ക് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ വീഡിയോകൾ കാണാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോ ഉണ്ട്, C.V. രാമൻ്റെ ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുണ്ട്, 2 വീഡിയോയും കാണാം. പിന്നെ അപ്പോൾ അതിൽ PPTകളുണ്ട്, അതിൽ ഞാൻ കുറേ പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. Ensure that
ആ പോയിന്റ്സ് ഒന്നും നിങ്ങൾ എസ്സേ ചെയ്യുമ്പോൾ മിസ് ചെയ്തിട്ടില്ല എന്ന് എൻഷുർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.